നിരന്തരമായി രേണുസുതി നടത്തുന്ന വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയയായ ഷെഫീന ബീബി. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി രേണുവിന് ബന്ധമുള്ളതായി സംശയിക്കുന്നുവെന്നും അടുത്തിടെയായി രേണുവിനുള്ള സൗഹൃദങ്ങൾ പോലും അതിന് തെളിവാണെന്നും ഷെഫീന ബീബി പറയുന്നു. രേഷ്മയുടെ വിദേശയാത്രയെക്കുറിച്ച് എനിക്ക് ആദ്യമേ സംശയങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ചില വിവരങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു. വിദേശത്ത് നിന്ന് ചില വിവരങ്ങൾ കിട്ടണം. പക്ഷേ എനിക്ക് ഇതൊന്നും വീഡിയോയിലൂടെ പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. പോലീസിന് കൈമാറാനേ പറ്റൂ. രേണുവിൻ്റെ 13 ദിവസത്തെ വിദേശയാത്രയ്ക്ക് ഇടയിൽ എന്തോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായ കാര്യമാണ്. അതിനാലാണ് ഇതിന് പിന്നാലെ ഞാൻ ഇറങ്ങിയതും. എനിക്ക് ലഭിച്ച ഒരുപാട് വിവരങ്ങൾ ചിലത് ഞാൻ പറയുന്നു. പോലീസുകാർ എന്നെ സമീപിച്ചാൽ എല്ലാ വിവരങ്ങളും ഞാൻ കൈമാറും. ബിഗ് ബോസിൽ പങ്കെടുത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് ആർക്കുമില്ലാത്ത സ്പെഷ്യാലിറ്റി രേണുവിന് ചിലർ കൊടുക്കുന്നത്. രേണുവിൻ്റെ മാനേജറായ കരിഷ്മയെയും അവരുടെ ഭർത്താവിനെ ചുറ്റിപ്പറ്റിയും ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതും വരും ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യും. അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റാറ്റസുള്ള കരിഷ്മ എന്തിനാണ് രേണുവുമായി അടുപ്പം സൂക്ഷിക്കുന്നത്, അവരുടെ മാനേജറായി ഇരിക്കുന്നത് എന്നതെല്ലാം കല്ലുകടിയുള്ള കാര്യങ്ങളാണ്. ജാസിയും ആഷിയും അടക്കം ദുബായിയുമായി ലിങ്കുള്ളവർ രേണുവുമായി അടുപ്പം തുടങ്ങിയിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് പോലുള്ളവ മൂലം ഇരകളായി മാറിയ ഒത്തിരി പേരുണ്ട്. ബ്ലെസ്സി ഒരു വിക്ടിമാണ്. പക്ഷേ എല്ലാവരും കരുതുന്നത് ബ്ലെസ്സിയാണ് എല്ലാം ചെയ്തത് എന്നാണ്. അതുപോലൊരു വിക്ടിമാണ് ബാലഭാസ്കറും. ഭാവിയിൽ രേണുവും ഇരയാകും. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ സംസാരിച്ചു. രേണു പ്രമോഷനായി ദുബായിൽ പോകുന്നത് ബാർ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാവുന്ന സ്ത്രീയാണ് അവർ. ഷെഫീന കണ്ടെത്തി പറഞ്ഞതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. സ്വർണ്ണക്കടത്തിൻ്റെ വലിയൊരു ഗ്യാങ് തന്നെയുണ്ട്. പാപ്പിലോൺ റെസ്റ്റോറൻറ്റിൻ്റെ മറവിൽ ചിലതൊക്കെ നടക്കുന്നുണ്ട്. നാട്ടിൽ നിന്നും കൊച്ചു പെൺപിള്ളേരെയാണ് ദുബായിലേക്ക് ആഴ്ചയിൽ മാസത്തിലും കൊണ്ടുവരുന്നത്. വലിയൊരു ഗ്യാങ് ഉണ്ട്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ മാത്രമാണ് ബാർ റെസ്റ്റോറൻറ്റ് മറവിൽ നടക്കുന്നത്. പെൺകുട്ടികളെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക പ്രവൃത്തിയും ഇവർക്കുണ്ട്. ഉദ്ഘാടനത്തിനോ പ്രമോഷനോ അല്ല അവിടെ വരുന്നവരെ ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് പാപ്പിലോണിൻ്റെ ഉടമകൾ രേണുവിനെ ഇടയ്ക്ക് കൊണ്ടുപോകുന്നത്. പിടിപാടുള്ളവരാണ് മിക്കവരും എന്നാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത്. ആ സ്ത്രീയുടെ വോയിസും പുതിയ വീഡിയോയിൽ ഷെഫീന ബീബി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം അറിഞ്ഞ ശേഷമാണ് ഞാൻ ഇതിന് എതിരെ പ്രതികരിച്ചു തുടങ്ങിയത്. എല്ലാത്തിനും സാക്ഷികളായവർ എനിക്ക് വിവരങ്ങൾ അയച്ചു തരുന്നുണ്ട്. രേണു കൊണ്ടുപോയ പെട്ടി തിരിച്ചു കൊണ്ടുവന്നില്ലെന്നും നിങ്ങൾ കണ്ടതാണല്ലോ എന്നും ഷെഫീന പറഞ്ഞു. ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം രേണുവിന് വിദേശയാത്രകൾ കൂടുതലായി ലഭിച്ചു തുടങ്ങിയത്. ഉദ്ഘാടനത്തിനും പ്രമോഷനും വേണ്ടി മാത്രമാണ് താൻ ദുബായിൽ പോകുന്നതെന്നും മറ്റൊരു പ്രവൃത്തികളിലും താൻ ഭാഗമല്ലെന്നും അടുത്തിടെ ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് എത്തിയ ശേഷം രേണു പറഞ്ഞു. കരിഷ്മ എന്ന സ്ത്രീയാണ് രേണുവിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്.